നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി, അമ്പലമുറ്റമായതുകൊണ്ട് ഇത് ഇവിടെ പറത്ത് ഞാൻ അശുദ്ധമാക്കുന്നില്ല. ഇരു കൂട്ടർക്കും ദോഷകരമല്ലാത്തൊരു കാര്യം ദേ വക്കീല് പറയും. അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിച്ച് വർഷങ്ങളായി ഒരിടത്തും എത്താതെ നിൽക്കുന്ന നിങ്ങളുടെ ഈ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ടാക്ക്. ശാലിനി, ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഇനിയൊരു ചർച്ച ഇതിലുണ്ടാകാത്ത രീതിയിൽ ഇവിടെ പറഞ്ഞു തീർക്കണം. വക്കീലേ, കാര്യങ്ങൾ പറ. മേഡം, ഇവർ പറയുന്നത് മേഡത്തിനൊരു ജീവിതമായി, അതുപോലെ വിഷ്ണുവിനും ഒരു ജീവിതം ആവണം. രണ്ടുപേർക്കും സമ്മതമാണെന്ന രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡിവോഴ്സിന് നമുക്ക് ശ്രമിക്കാം. രണ്ടുപേരും ഒപ്പിട്ട ഒരൊറ്റ മാസം കൊണ്ട് ഡിവോഴ്സ് കിട്ടും. സമ്മതമാണെങ്കിൽ ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ശാലിനി, വാങ്ങി ഒപ്പിട്. പ്ലീസ് മാഡം. വിഷ്ണുവേട്ടന്റെ ഒപ്പ് അവനൊപ്പിട്ടോളും. ആദ്യം നീ ഒപ്പിട്. വിഷ്ണുവേട്ടനൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ, ഞാനായിട്ട് എന്തിനാ അതിനെതിരെ നിൽക്കുന്നത്? എനിക്കൊരു ജീവിതം കിട്ടിയെന്നുള്ള സമാധാനത്തിലാണോ ഇത്ര ലാഘവത്തോടെ നിൽക്കുന്നത്? നീ ഒപ്പിട്, എന്നിട്ട് സംസാരിക്കാം. ശാലിനി, അമ്പലമുറ്റമായതുകൊണ്ട് ഇത് ഇവിടെ പറത്ത് ഞാൻ അശുദ്ധമാക്കുന്നില്ല. ഞാൻ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല. വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പിന്നെ സത്യയുടെ അച്ഛനായി സ്കൂളിൽ വന്ന ആളിനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതെങ്കിൽ അതാരാണെന്ന് ഇപ്പൊ ഞാൻ വെളിപ്പെടുത്താം. അത് ഈ ഞാൻ തന്നെയാ. നീയോ? അതെ, ഞാൻ തന്നെ. ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇവള് പറയുന്നത് മൊത്തം പച്ചക്കള്ളവാ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സത്യം അതാണ്. സത്യയുടെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടിയപ്പോ ഞാൻ സത്യയുടെ അച്ഛനായി വേഷം മാറി. റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആൺവേഷം മാറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ സാരി ഉടുത്തോണ്ട് വന്നത്. ഇതൊക്കെ എന്തിനാ?
ആരെ കോമാളിയേക്കാനാ? ഈ പറയുന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങള്, മനസ്സിലായ? ഞങ്ങളും ചോറ് തന്നെ തിന്നണേ. കുറെ കഥയും കൊണ്ട് വരും. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നത് വിഷ്ണുട്ട്. ശാലിനി, അതെ, നീ ഇതൊക്കെ വല്ല സിനിമാക്കാരുടെ അടുത്തും പോയി പറ. അവരത് വലിയൊരു സിനിമയാക്കും, കേട്ടോടി. അല്ലാതെ ഞങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. തെളിവ് കാണിച്ചാലോ? ശരി, തെളിവ് കാണിക്കേ. സത്യയുടെ അച്ഛനായിട്ട് ആൺവേഷം കെട്ടിവന്നത് നീയാണ്, തെളിയിക്കേ. തെളിവ് കൊണ്ടുവാ, എന്നിട്ട് നീ സംസാരിച്ചാ മതി. കൊണ്ടുവാ. തെളിവുണ്ട്, തെളിവുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്ക് ശാലിനി. കണ്ട് നിർവൃതി അടയട്ടെ അമ്മയും മോനും. എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക സത്യാമ്മയും വിഷ്ണുവേട്ടനും. ഇനി ഈ തെളിവുകൾ മാത്രമാ ആകെയുള്ളൊരു പിടിവള്ളി. ശാലിനി പറയുന്നതിൽ വല്ല സത്യം ഉണ്ടാവോ? തെളിവ് കാണിക്കാന്നല്ലേ പറഞ്ഞേ? ഈ പറയുന്നതെല്ലാം സത്യമാണ് ദൈവമേ. എടാ, ഇനി ശാലിനിയെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് പോയി നോക്കാം. വാ വക്കീലേ. ഇതിനകത്തുണ്ടായിരുന്നതാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.